ഹായ് ഹലോ അസ്സലാമലൈക്കും. നൂഹ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? അപ്പോൾ ഇവിടെയും സുഖം തന്നെയാണ്. അപ്പോൾ രാവിലെ ഇന്ന് സ്കൂളൊന്നും ഇല്ലല്ലോ, അപ്പോൾ കുറച്ച് വൈകിയാണ് എണീറ്റിരിക്കുന്നത് കേട്ടോ. അപ്പോൾ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ചോറും സാമ്പാറാണ് കറി വെച്ചത്, പിന്നെ മീൻ പറ്റിച്ച് അങ്ങനെ ഒരു കറിയും വെച്ചു. അപ്പോൾ അതൊന്നും മക്കൾക്ക് പറ്റൂല. മക്കൾ സ്കൂളില്ലാത്ത ദിവസം വീട്ടിലുണ്ടെന്ന് വെച്ചാൽ നൂഹക്കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ ഇച്ചിരി വേണം കേട്ടോ. അങ്ങനെ വല്ല പുളിയില്ലതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണം. അപ്പം എന്നാൽ ഇന്ന് പുളിഞ്ചി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മൾ പുളിഞ്ചി ഉണ്ടാക്കാൻ വേണ്ടിയാണ് നിൽക്കുന്നത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പം അതിന് ഞാൻ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ കറിവേപ്പില, പുളി, ശർക്കര, ഇതെല്ലാം കൂടി ഒരുമിച്ചാണ് കേട്ടോ. അതങ്ങനെ വേറെ വേറെ ആക്കി വെക്കണമല്ലൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഒക്കെപ്പാടെ വലിയ ജാർക്ക് ഇട്ടുങ്ങാണ്ട് ഒന്ന് കറക്കി എടുത്തിട്ട് അതൊന്ന് അരിച്ചെടുത്താൽ പെട്ടെന്നുണ്ട് കേട്ടോ. അതല്ലാതെ നമ്മൾ ഓരോന്നാക്കുമ്പോൾ നമുക്ക് ഒരുപാട് സമയവും വേണം. പിന്നെ ഗ്യാസുമ്മയൊക്കെ നമ്മൾ കുറേ നേരം അങ്ങനെ നിൽക്കണം, ഉരുക്കാനും അതിനും ഇതൊക്കെ. ഇങ്ങനെ ആകുമ്പോൾ അതൊന്നും വേണ്ട, പെട്ടെന്നുണ്ട് കേട്ടോ. അപ്പം അത് ഞാൻ അങ്ങനെ കറക്കി എടുത്തിട്ട് ഒന്ന് അരിച്ചെടുത്തേക്കണം കേട്ടോ. ഇനി ഇത് നമുക്ക് ഒരു പാനിൽ വെച്ചങ്ങാണ്ട് കുറുക്കിയെടുക്കാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമല്ലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടമായ ഒരു ലൈക്കും തന്നോളി കേട്ടോ. ഞാൻ ആദ്യം സാമ്പാർ വെച്ചതുണ്ടല്ലോ, അതിക്ക് കടു വറുത്തിട്ടുണ്ടായില്ല. അപ്പോൾ അതും കൂടിയും കടു വറുക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ കടു വറുത്തിക്കാണ് കേട്ടോ. പിന്നെ ഞാൻ ഈ പാൻ അടുപ്പത്ത് വെച്ചിക്കണം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മതി. അങ്ങനെ അതിക്ക് 2 മണി കടുക് ഇട്ടുങ്ങാണ്ട് ഒന്ന് കടു വറുത്തു കേട്ടോ. പിന്നെ കറിവേപ്പില ഇട്ടു. എന്നിട്ട് പിന്നെ നമ്മൾ ഈ അരിച്ച് വെച്ച ഈ എല്ലാം കൂടി കൂട്ടിയതുണ്ടല്ലോ, അത് അതിലേക്കാണ്ട് ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഇനി നമ്മൾ ഇതിങ്ങനെ ഒന്ന് തിളച്ച് വരുന്നവരെ ഒന്ന് ഇളക്കണം. പിന്നെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണം. ഉപ്പ് നമ്മൾ ഒരുപാട് ഇടണ്ട. പുളിയിലും ഉണ്ടാവും ഉപ്പ്, പിന്നെ ശർക്കരയിലും ഉണ്ടാവും ഒരു ഇച്ചിരിയൊക്കെ ഉപ്പ്. അപ്പോൾ നമ്മൾ ഒരുപാട് ഉപ്പിട്ടാൽ അത് അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും. അപ്പോൾ ഈ ശർക്കരൻ്റെ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു തുള്ളി ഇട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അതുകൂടി ഇട്ടിട്ട് നമുക്ക് നന്നായി ഒന്ന് ഇളക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ഇട്ടിട്ടില്ല. മുളക് പൊടി അതേപോലെ കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ വലിയവരൊന്നും അല്ല, കുട്ടികളാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടവർക്കാണ് വേണ്ടിയെന്ന് വെച്ചെങ്കിൽ പിന്നെ മുളക് പൊടി കുറച്ച് കുറക്കാം. പച്ചമുളകും ഇഞ്ചിയും ഒക്കെ മധുരമില്ല, അല്ല എരിയില്ലതല്ലേ. അപ്പോൾ അതുകൊണ്ട് പിന്നെ കുറച്ചിട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് മഞ്ഞൾപ്പൊടിയൊക്കെ കുറച്ചിട്ട് കൊടുത്താൽ മാത്രം മതി. മുളക് പൊടി ഞാൻ കുറച്ചുള്ളൂ ഇട്ട് കൊടുത്തിട്ട്. ഇത് കാര്യമായിട്ട് ഇവളെ തന്നെയാണ് തീർക്കുക. കാരണം നമുക്ക് സ്കൂളില്ലെങ്കിൽ അങ്ങനത്തതൊക്കെയാണ് ഇഷ്ടം. അപ്പം അങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പം ഇനി അതും കൂടി ഇട്ടപ്പോൾ കണ്ടോ കുറച്ച് കുറുകി വരുന്നുണ്ട്. ഇനി നമ്മൾ ഇങ്ങനെ ആകുമ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇനി നമ്മൾ അടിയിലൊന്നും പിടിച്ചാതെ നല്ലോണം ഇളക്കി കുറുക്കി എടുക്കണം കേട്ടോ. കൈ എടുക്കാതെ ഇളക്കുക. അതിൻ്റെ ഇടയിൽ നമ്മൾ ടേസ്റ്റ് നോക്കുമ്പോൾ ഉപ്പോ എന്തെങ്കിലുമൊക്കെ കുറവുണ്ട് എന്നുണ്ടെങ്കിലൊക്കെ ഇട്ട് കൊടുക്കുക. പക്ഷേ ശർക്കരയും പിന്നെ പുളിയൊന്നും ഇനി ഒഴിക്കാതിരിക്കുകയാണ് നല്ലത്. ഇതിങ്ങനെ കുറുക്കിയെടുക്കുക. അതൊക്കെ നമ്മൾ ചേർക്കുമ്പോൾ തന്നെ അതിൻ്റേതായൊരു പാകം കണ്ടുങ്ങാണ്ട് എല്ലാം ഒരേപോലെ ആക്കി എടുത്താലാണ് അതിനൊരു ടേസ്റ്റ് കേട്ടോ. അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ലൈക്ക് തരാൻ മറക്കണ്ട കേട്ടോ. എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ഇട്ടോളി കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബും ചെയ്യണില്ല ആരും, കണ്ടാൽ ലൈക്കും ചെയ്യണില്ല ആരും, വല്ലാതെ കാണണമില്ല. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കണം കേട്ടോ. അപ്പം അങ്ങനെ ഇത് കുറുകി വരുന്നുണ്ട്. ഇനി നമുക്കിത് നല്ലോണം കുറുകിക്കണം. നല്ലോണം ഇങ്ങോട്ട്
നമ്മൾ കടിച്ചാപ്പറിച്ച് എറിയണ മുട്ടായി പോലെ അങ്ങോട്ട് ആയാൽ പിന്നെ പാത്രത്തിൽ നിന്നൊന്നും കോരിയാൽ കിട്ടൂല. അപ്പോൾ ഇതേ ഒക്കെ ഒരു പാകത്തിലാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഇതൊരു പാത്രത്തേക്ക് വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഇത്ര ആയാൽ മതി. ഇനി തണുക്കുമ്പോൾ ഒന്നും കൂടിയും കുറുകും കേട്ടോ. അപ്പോൾ ഇത്ര മതി. അപ്പം ഇനി നമുക്ക് ഈ പാത്രത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം കണ്ടോ നല്ല അടിപൊളിയായിക്കണം. ഇനി ഇത് ചൂടാറിയാൽ ഒന്നും കൂടിയും കുറുകും കേട്ടോ. അപ്പം ഞാൻ കാണിച്ചു തരാം. കണ്ടോ ഈ ഒരു പാകത്തിലായാൽ മതി. എന്നാലേ നമുക്ക് ഇനി തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ തൊട്ട് കൂട്ടാനുള്ള ഒരു ഇതിലാവുള്ളൂ കേട്ടോ. അപ്പം അതവിടെ റെഡിയായി. ഇനി നമുക്ക് മുറ്റം തൂത്തിട്ടില്ല. രാവിലെ തന്നെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ എല്ലാവരും കൂടി ഒന്നിച്ച് നിന്നിട്ട് ഏറ്റങ്ങൾ ഇവിടെ വന്നിട്ട് നമ്മൾ പുറത്തേക്കൊന്നും ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ 2 ഭാഗം വല കെട്ടി, വലയല്ല ഒരു നെറ്റ് ഉണ്ടായിരുന്നു ഇവിടെ, അത് ഇട്ട് കെട്ടിയിട്ട് 2 ഭാഗത്തും മറച്ച് വെച്ചിട്ടേക്ക് കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് ഇറക്കി അവർക്ക് മുറ്റത്ത് വെച്ച് തിന്നാനൊക്കെ കൊടുത്ത് കൂടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പിന്നെ കുറച്ച് സമയം മുറ്റത്തൊക്കെ നിർത്തിയിട്ട് പിന്നെ കൂട്ടുക്കന്നെ ആക്കിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ വിചാരിച്ചിട്ടുണ്ട് അവിടെ കൂട് രാവിലെ അതിലേക്ക് തുറന്ന് വിട്ട് കഴിഞ്ഞാൽ മുറ്റത്ത് തിന്നോളൂ. അപ്പോൾ നമുക്ക് കൂട്ടിൽ നിന്ന് വല്ലാതെ സ്മെല്ലും കാര്യങ്ങളൊന്നും വരില്ല. ഓൽക്കൊന്ന് കയ്യും കാലമൊക്കെ ഓടാലോ. അപ്പം അങ്ങനെ ഞാൻ മുറ്റം തൂത്തും കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് കൂട്ടിലൊക്കെ ആക്കിയിട്ടാണ് കേട്ടോ. അപ്പം മുറ്റം തൂക്കൽ കഴിഞ്ഞിട്ട് വേണം, അകത്ത് തൂപ്പും തുടപ്പൊന്നും കഴിഞ്ഞിട്ടില്ല, അതും കൂടി കഴിക്കാൻ. ഇപ്പോൾ പെട്ടെന്നുള്ള പണികളാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ചെറിയ വീഡിയോ തന്നെയാണ്. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം കേട്ടോ. പിന്നെ എന്തൊക്കെയുണ്ട്, കുറേ ദിവസം ഇങ്ങനെ മഴ തൂങ്ങിയും കൊണ്ടൊക്കെയായിരുന്നു. ഇന്നിപ്പോൾ മഴയും വെയിലൊന്നും അല്ലാത്തൊരു ദിവസമാണ്. പിന്നെ ചെടികളൊക്കെ അങ്ങനെ ആയാലും വല്ലാതെ നനക്കാൻ പറ്റാത്തതുകൊണ്ട് നനച്ചിട്ടുണ്ടായിരുന്നില്ല. നനക്കാൻ മഴൻ്റെ ഇതായതുകൊണ്ട് ഞാൻ മഴ പെയ്യും കരുതിയാണ് നനച്ചിട്ടുണ്ടായില്ല. അപ്പം അന്ന് നോക്കുമ്പോൾ ചെടികൾക്കൊക്കെ ഒരു വാട്ടം പോലെ. അപ്പം എന്നാൽ ഒന്ന് നനക്കും കൂടി ചെയ്യട്ടെ എന്ന് കരുതിയിട്ടോ. അങ്ങനെ നനച്ച് കൊടുക്കുകയാണ്. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.